നിലമ്പൂരിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ വിഭജനമുണ്ടാക്കാൻ അദ്ദേഹത്തെ കരാർ കെട്ടി അയച്ചതെന്ന് ഞാൻ അന്ന് പറഞ്ഞു. അന്ന് വെള്ളാപ്പള്ളിയെ പരാമർശിക്കാനും അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ തിരുത്താനും കാര്യപ്പെട്ട ആരും ഉണ്ടായില്ല, പറയാൻ ഒരാൾക്കും ധൈര്യം ഉണ്ടായില്ല. അത് കടന്നുപോയി. കേരള സമൂഹം മുഴുവൻ മലപ്പുറത്തുനിന്ന് ആദ്യം വെള്ളാപ്പള്ളിക്കെതിരെ എതിർ ശബ്ദങ്ങൾ ഉയരുന്നത് ആ സമുദായത്തിൽപ്പെട്ട് ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആ സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ കുടുംബങ്ങളാണ്. വെള്ളാപ്പള്ളി ആ പറഞ്ഞത് ശരിയല്ല, ഞങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്ന് ഈ തെക്ക് നിന്ന് ഇവിടെ വന്ന് സെറ്റിലായ 10, 40, 50 വർഷമായ ആളുകൾക്കത് പറയേണ്ടി വന്നു. അത് കഴിഞ്ഞു മുഖ്യമന്ത്രി ഇതിൽ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. ഒരഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ആലപ്പുഴയിൽ വലിയ സ്വീകരണം കൊടുത്ത് 4 ആൾ പൊക്കത്തിലുള്ള വലിയ പൂമാല ചാർത്തി കൊടുത്തു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സാമുദായിക നേതാവ് ഇത്ര വൃത്തികെട്ട ഭാഷയിൽ വർഗീയ പറഞ്ഞിട്ട് അവിടെ പ്രോത്സാഹിപ്പിച്ചു. അതിനെ തടുക്കാൻ ആരും ഉണ്ടായില്ല. ഇപ്പം ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന എവിടെയെന്നാണ് നോക്കൂ. മലപ്പുറത്ത് പെറ്റുകൂട്ടുകയാണ്, മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുകയാണ്. ഈ സംസ്ഥാനം ഇതാ മുസ്ലിം സംസ്ഥാനമാകാൻ പോകുന്നു. എൻ്റെ സമുദായത്തിന് ഒരു രക്ഷയില്ല. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളൊക്കെ പെറ്റോളൂ. ഒരു വ്യക്തി വിളിച്ചു പറയാം, അദ്ദേഹം പെറ്റുകൂട്ടുന്നു എന്ന വാക്ക് പറഞ്ഞോട് കൂടിയിട്ട് എന്തായി? സംഘി ചാനലുകൾ അത് ഏറ്റെടുത്തു. സംഘി ഒരു വരിയും കൂടി അതിൽ കൂട്ടിച്ചേർത്തു. എന്താ വരി? പന്നികളെപ്പോലെ പെറ്റുകൂട്ടുന്നു. ഒരു പ്രസവത്തിൽ 10ഉം 12ഉം കുട്ടികളെ ജനിപ്പിക്കുന്ന, എനിക്ക് തോന്നുന്നു സസ്തനി വിഭാഗത്തിൽപ്പെട്ട പന്നി പ്രസവിച്ചാൽ ഒരു 5-6 കുട്ടികളുണ്ടാകും. ചിലതിലൊക്കെ 10 നമ്മൾ കൂട്ടത്തോടെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതിന് ഒരു വരി അവിടെ പറഞ്ഞു വെച്ചു വെള്ളാപ്പള്ളി, മുസ്ലിം സ്ത്രീകൾ പെറ്റുകൂട്ടുന്നു. തൊട്ടിപ്പുറത്ത് സംഘികൾ ക്യാപ്ഷൻ കൊടുത്തു, പന്നികളെ പോലെ. ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ ഇടത്തിൽ എന്താ ചർച്ച? മുസ്ലിങ്ങൾ പന്നികളെപ്പോലെ പെറ്റുകൂട്ടുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയും വല്യമ്മയും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഉമ്മമാരിവിടെ പന്നികളെ പോലെ പെറ്റുകൂട്ടിയെന്ന് ഒരാൾ മറുപടി പറഞ്ഞു. ഒറ്റൊരുത്തൻ ചോദിച്ചോ? എവിടത്തേക്കായി കേരളം പോകുന്നത്? അപ്പം ഞാനിതിങ്ങനെ വായിച്ചു നോക്കും. വേറൊരു വ്യക്തി എഴുതിയ ഒരു എന്താ പറയുക, ഒരു വാട്സാപ്പ് കുറിപ്പ് ഞാൻ വായിക്കുക. അപ്പോൾ നോക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ ഏട്ടനും അനിയനും പെങ്ങളുമായിട്ട് 12 മക്കളെ വെള്ളാപ്പള്ളീൻ്റെ അമ്മ പ്രസവിച്ചത്. 12 എണ്ണത്തിന് വെള്ളാപ്പള്ളിയുടെ അമ്മ പ്രസവിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. വെള്ളാപ്പള്ളിയിലെ അച്ഛനും അമ്മക്കുമായി 12 മക്കളുണ്ട്. അപ്പം അത് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടാണ്. അപ്പോൾ സംഖ്യകൾ കൊടുക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട പ്രസവാവുമോ? ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇവരെയൊക്കെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ എന്താ ബാക്കിൽ നിന്ന് പിണറായി കൈയൊട്ടി കൊടുക്കുക? ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയം ഏത്? ഞാൻ എവിടുന്നാ ഈ ഭരണകൂടമായിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങുന്നത്? ആ സംഘി രാഷ്ട്രീയം. വെള്ളാപ്പള്ളിയുടെ ഈ പറച്ചിലിൽ കുറച്ച് വോട്ടുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുക പ്രതിപക്ഷം, ഈ പറയുന്ന ഗവൺമെൻറ്റും പിണറായിയും. ഈ സംസ്ഥാനം എവിടെ എത്തും? ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇയാൾ എന്തെല്ലാം പറഞ്ഞു കൂട്ടും? ഒരു കേസ് എടുക്കാൻ ധൈര്യം ഉണ്ടായോ? ഉണ്ടായില്ലല്ലോ. അപ്പം തന്നെ വാസവൻ പോയിട്ട് പോളിഷ് ചെയ്യല്ലേ. ആലപ്പുഴയിൽ നിന്ന് പൂമാല മുഖ്യമന്ത്രി ചാർത്തി കൊടുക്കുന്നു. നിലമ്പൂരിലെ ഈ വിഷയത്തിന് മുകളിൽ പന്നികളെപ്പോലെ മനുഷ്യർ മലപ്പുറത്തെ മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുമെന്ന് പറയുമ്പോൾ അവിടെ പോകുന്നു വാസവൻ. ഇവിടെയാണ് വിഷയം. ഇനി അതൊക്കെ പോട്ടെ, എന്താ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞു? എല്ലാ അതിരുകളും ലംഘിച്ചില്ലേ? പരമപന്നൻ. കേരളത്തിലെ
ഒരു പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം ചാർത്തി കൊടുത്ത പേര് പരമപന്നൻ അല്ലേ പറഞ്ഞ്? ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കണോ? ഭക്ഷണം താങ്കളാ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ എന്തേ ത്രാണിയില്ലാത്തത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക്? KPCC പ്രസിഡന്റ് വേണ്ടിയോ? ഈ പറയുന്ന വലിയ കോചരാജാക്കന്മാരായ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ. ഒരാൾ പറഞ്ഞോ വെള്ളാപ്പള്ളി നിങ്ങളാ പറഞ്ഞത് ശരിയായില്ല? ഒരാളില്ല.